എന്നാൽ തണുത്തു വിറച്ചു നിൽക്കുന്നവൾ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഒന്ന് വേഗം വീടെത്തിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഇപ്പോൾ അവളുടെ മനസ്സിലുള്ളൂ. അവരുടെ ഫ്ലോറിലേക്ക് ലിഫ്റ്റ് വന്നതും നന്ദ വേഗം ഇറങ്ങി മുന്നോട്ട് നടന്നു. തണുത്തുറഞ്ഞിപ്പോയ ഈ വസ്ത്രമൊന്ന് മാറിയാൽ തന്നെ പകുതി ആശ്വാസമാവും എന്ന് മാത്രമേ അവളിൽ ആ നിമിഷം ഉണ്ടായിരുന്നുള്ളൂ. പോക്കറ്റിൽ നിന്നും കീ എടുത്തവൾ ഫ്ലാറ്റിൻ്റെ ഡോർ തുറക്കാനാഞ്ഞതും പെട്ടെന്ന് തൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തിയിരുന്നു അവൻ. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഒന്ന് ഞെട്ടിപ്പോയി അവൾ. ചുമരിൽ അവളെ ചേർത്ത് നിർത്തി രണ്ട് കൈയും ചുമരിൻ്റെ രണ്ട് ഭാഗത്തുമായി കുത്തിവെച്ച് അവളൊരു കള്ളച്ചിരിയോടെ നോക്കിയവൻ. എന്താ ഭദ്ര, മാറി നിന്നേ. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവനിൽ നിന്ന് മിഴികൾ മാറ്റിയവൾ. ഈ ഡോർ തുറന്ന് അകത്ത് കയറിയാൽ എൻ്റെ നന്ദ തോറ്റു പോകില്ലേ? നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു തീർന്നപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് മുഖം താഴ്ത്തി അവളുടെ നനഞ്ഞു കുതിർന്ന അതരങ്ങൾ അവൻ സ്വന്തമാക്കിയിരുന്നു. ഒന്ന് ഏങ്ങിപ്പോയി നന്ദ. കണ്ണും തുറച്ച് അവൻ്റെ ടീഷർട്ടിൽ മുറുകെ പിടിച്ചു. ആകെ കോരി തെരിച്ചു പോയ പെണ്ണ്. അവളുടെ ഓരോ രോമകുംഭങ്ങൾ പോലും അവൻ്റെ പ്രവൃത്തിയിൽ എഴുന്നേറ്റ് നിന്നു. പതിയെ, വളരെ പതിയെ അവളുടെ ഇരു അതരങ്ങളും നുകരുന്നവൻ അവളെ അവനോട് ചേർത്ത് പിടിച്ച് ചുമരിലേക്ക് ചേർന്ന് നിന്നിരുന്നു. ഇത്രയും ഗാഢമായൊരു ചുംബനം അവനിൽ നിന്നും ഇതാദ്യമായിരുന്നു. അവൾ അവനെ ഇറുകെ പിടിച്ച് കണ്ണുകളടച്ചു. അവൻ്റെ ചുംബനം ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ അവളെ ഒന്ന് അനങ്ങാൻ പോലും അനുവദിക്കാതെ ആ ചുമരിൽ ചേർത്ത് നിർത്തി അവൾ അത്രമേൽ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, പ്രണയത്തോടെ ചുംബിക്കുമ്പോൾ അന്ന് ആ അരുവിയിൽ വെച്ച് തങ്ങൾ പകുതിയിൽ വെച്ച് നിർത്തിയ ചുംബനം ഇതിനേക്കാൾ മധുരമുള്ളതായേനെ എന്നവൻ ഓർത്തു പോയിരുന്നു. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം ആ ചുംബനത്തിൽ ചുവന്നു തൊടുത്ത ചുണ്ടിൽ ചെറിയൊരു വേദനയിലൊന്ന് കടിച്ചു അവൻ. അത്രയും നേരം അവൻ നൽകിയ വല്ലാത്തൊരു അനുഭൂതിയിൽ നിന്നവൾ ആ നിമിഷം മാത്രം ഒന്ന് നെറ്റി ചുളിച്ച് അവനെ നോക്കി. അപ്പോൾ ബെറ്റിൽ ജയിച്ചല്ലോ, സന്തോഷമായല്ലോ. ഇനി ഈ മുഖം വാഴരുത്. ചില തോൽവികൾ എനിക്കിഷ്ടമാണ്. അത്രയും പറഞ്ഞ് അവളെ നോക്കിയൊരു കള്ളച്ചിരിയോടെ മീശിന്ന് പിരിച്ച് ഒന്ന് കണ്ണടിച്ച് കാണിച്ച് അവൻ അവളുടെ കയ്യിൽ നിന്നും വീണ കീ എടുത്ത് ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോഴും ചുമരിൽ ചാരി ഏറി വന്ന ശ്വാസതളം അടക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നന്ദ. മാഡം കയറുന്നില്ലേ? അകത്തേക്ക് കയറിയവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് അവളെ കാണുന്നില്ല എന്ന് കണ്ടതും ഡോറിൻ്റെ ഭാഗത്തേക്ക് വന്ന് തല മാത്രം പുറത്തേക്കിട്ട് അവൾ നിന്ന ഭാഗത്തേക്ക് നീക്കി ചോദിച്ചു അവൻ. ആകെ ചുവന്ന് തൊടുത്ത് പോയവൾ അവനെ നോക്കാൻ കഴിയാതെ തല താഴ്ത്തി അകത്തേക്ക് കയറി. അവളുടെ ആ ഭാവം പതർച്ചയും അവനൊരു ചിരി തെളിയിച്ചു. അവനെ നോക്കാതെ അകത്തേക്ക് നടക്കുന്നവളുടെ പിറകെ ഡോർ ലോക്ക് ചെയ്ത് അവനും നടന്നു. റൂമിലെത്തിയ പാടെ അവൾ ഡ്രസ്സിങ് ഏരിയയിലേക്ക് നടന്നു അവളെ ഒന്ന് നോക്കി. അവൻ്റെ ബാഗിൽ നിന്നൊരു ഷോർട്ട്സ് എടുത്തിട്ട് നനഞ്ഞ ഡ്രസ്സ് എടുത്ത് നിവർത്തിയിട്ട് കട്ടിലായി ചെന്നിരുന്നു. അവളെ കാത്ത് കട്ടിൽ ചാരിയിരിക്കുന്നവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട്. അത് ആ ഡ്രസ്സിങ് റൂമിൽ നിൽക്കുന്നവളുടെ ചൊടിയിലുമുണ്ട്. എങ്ങനെ അവനെ മുന്നിൽ പോയി നിൽക്കും എന്നൊരു നാണം അവളെ മൂടുന്നുണ്ട്. ഒരു ദീർഘശ്വാസം എടുത്ത് അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ അവളെ കാത്തിരുന്നവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു പോയി. അവളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാതെ അവളെ തന്നെ നോക്കിയിരുന്നു പോയവൻ. ആ AC-യുടെ തണുപ്പിലും അവൻ വിയർത്തു പോകുന്നു. മുട്ടിന് മേലെയുള്ളൊരു ഷോർട്ട്സും സ്ലീവ്ലെസ്സായ വയറൊക്കെ കാണുന്നൊരു ടോപ്പുമാണ് അവൾ ഇട്ടിരുന്നത്. അവളിൽ നിന്ന് വരുന്നൊരു വശ്യമായ ഗന്ധം അല്പം ദൂരെയാണെങ്കിലും അവൻ്റെ നാസികയിൽ എത്തുന്നു. അവൻ പോലും അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. അവൾ മെല്ലെ നടന്ന് അവൻ്റെ അടുത്തേക്ക് വരുന്തോറും അവൻ്റെ ഹൃദയമെടുപ്പ് കൂടിക്കൂടി വന്നു. അവൻ്റെ തൊട്ടടുത്ത് അവൾ മെല്ലെ ഇരുന്ന് അവനെ നോക്കാതെ ചുണ്ടിലൊളിപ്പിച്ചൊരു ചിരിയോടെ മറ്റെങ്ങ് നോക്കിയിരിക്കുകയാണ് അവൾ. ഇത്രയും നേരം കൂട്ടിവെച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുന്നവൾ അറിയുന്നുണ്ട്. മനസ്സും ശരീരവും അവനിലേക്ക് മാത്രം ചേരാൻ കൊതിച്ചു പോകുന്നു. അവൻ മെല്ലെ അവളുടെ കൈയിന് മേലെ കൈവച്ചതും ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കിയവൾ. നന്ദേ. അവൻ്റെ സ്വകാര്യം പോലെയുള്ള വിളി ഓക്കെ അല്ലേ? അവൻ്റെ ചോദ്യം അവളൊരു കോരിത്തെരിപ്പുണ്ടാക്കിപ്പോയി. ഒന്നും മിണ്ടിയില്ല അവൾ. മെല്ലെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ. മൗനം സമ്മതമാക്കി അവൻ അവളെ അവനോട് ചേർത്തിരുത്തി അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ വിരലിൽ അമർത്തി മുത്തി. പിന്നെ ഉള്ളം കൈയിലും പുറം കൈയിലും അവൻ ചുംബിച്ചു. അവൻ്റെ ഒരു ചുംബനത്തിലും പൂത്തുതളർത്ത നന്ദ ഒരു കുറുകലോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. അവൻ അവളെ അവളുടെ താടി പിടിച്ചുയർത്തി അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. അവൻ്റെ ചുംബനത്തിൽ മിഴികൾ അടച്ചവൾ അവൻ്റെ അതരങ്ങൾ കണ്ണിലും കവിളിലും മൂക്കിൻ തുമ്പിൽ എത്തുമ്പോഴും മിഴികൾ തുറന്നില്ല. വീണ്ടും അവളുടെ അതരത്തിൽ അവൻ സ്ഥാനം പിടിച്ചതും കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയവൾ. അതറിഞ്ഞെന്ന പോലെ അവളുടെ പിൻകഴുത്തിൽ കൈകൾ ചേർത്ത് അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചവൻ അവൻ്റെ ഇടുപ്പിലൊന്ന് നോവും വിധം അമർത്തി പിടിച്ചു പോയി അവൾ. അവളെ ഏൽപ്പിക്കുന്ന ആദ്യത്തെ നോവിൽ അവൻ്റെ സകല നാഡീഞരമ്പുകളും അവളെ ചേരാനായി കൊതിച്ചു പോയിരുന്നു. ചുംബിച്ചും തലോടിയും അവളുടെ അതരത്തെ സ്ഥാനം ഉറപ്പിച്ചവൻ അവൾക്ക് ശ്വാസമടിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് മനസ്സിലായ നിമിഷം അവളെ ഒന്ന് കടിച്ചു നുണഞ്ഞ് അതിൽ നിന്നും വേർപ്പെട്ട് അവളുടെ കഴുത്തടിക്കിൽ മുഖം ചേർത്ത് വെച്ചതും അവളെ ഇറുകെ കെട്ടിപ്പിടിച്ച് അവൻ്റെ പിൻകഴുത്തിലായി ചേർത്ത് വെച്ച് അവളോട് ചേർത്തു. അവളെ ഇറുകെ കെട്ടിപ്പിടിച്ച് തന്നെ അവൻ കട്ടിലേക്ക് മറിഞ്ഞു. അവൾ മീതെയായി സ്ഥാനം പിടിച്ചു.
അവളുടെ ശരീരത്തിലെ ഓരോ അണുവിലും അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ അവനെ താങ്ങാൻ കഴിയാതെ, അവനെ അകറ്റി നിർത്താൻ കഴിയാതെ, അവനിലേക്ക് ചേരാൻ കൊതിച്ച്, അവനിൽ സ്വയം സമർപ്പിച്ച് അവന് വഴിപ്പെട്ടു അവൾ. പുറത്തു പെയ്യുന്ന മഴയേക്കാൾ ശക്തമായി അവൻ അവളിലേക്ക് പെയ്തിറങ്ങി. ദീർഘനേരത്തെ ചുംബനങ്ങൾക്കും തലോടലുകൾക്കും ശേഷം അവൻ്റെ പ്രണയവും സ്നേഹവും കാത്തിരിപ്പും അവൻ്റെ പുരുഷത്വവും അവളിലേക്ക് ഒഴുക്കിവിട്ടവൻ അവളുടെ മാറിൽ തളർന്നു വീഴുമ്പോൾ അവൻ തന്ന നോവിനാലും പുതിയ അനുഭൂതിയാലും അവളും തളർന്നു പോയിരുന്നു. ആ തളർച്ചയിലും അവളുടെ ചുണ്ടിൽ ഒരു നനുത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു. തൻ്റെ മാറിൽ ചേർന്ന് മയങ്ങുന്നവൻ്റെ നെറ്റിയിൽ ഒന്ന് അമർത്തി മുത്തിയവൾ അവൻ്റെ മുടിയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. അതറിഞ്ഞെന്ന പോലെ അവളുടെ നഗ്നമായി മാറി മുഖം വെച്ച് നുരസി അവൾ ഇക്കിളിയാക്കി അവനും. അവൻ്റെ ആ പ്രവൃത്തിയിൽ ഒന്ന് കിടന്ന് കുതിറിപ്പോയി അവൾ. നന്ദേ, ഐ ലവ് യു ഡി, ഐ ലവ് യു സോ മച്ച്. അവളുടെ കാതറും അവൻ്റെ സ്വകാര്യം പോലെ പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവനെ ഒന്നുകൂടെ അവളിലേക്ക് ചേർത്ത് കിടത്തി അവൾ. ഒരു ബ്ലാങ്കറ്റിൽ അവർ രണ്ടുപേരും അത്രയും ചേർന്ന് പുലർന്നു കിടക്കുമ്പോൾ രണ്ടുപേരിലും ആനന്ദത്തിൻ്റെ ഒരു നീർത്തിളക്കമുണ്ടായിരുന്നു. ഒരുപാട് കടമ്പകൾക്ക് ശേഷം ഭദ്രനും നന്ദയും ഒന്നാവുമ്പോൾ പ്രകൃതി പോലും അവരെ അനുഗ്രഹിക്കും പോലെ ആകാശത്തിലെ പ്രണയം ഭൂമിയിലേക്ക് മഴയായി പെയ്തിറങ്ങിയിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരം ബോംബെയിലെ തന്നെ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിലെ പാർട്ടി ഹാള് മുഴുവൻ കുഞ്ഞു കുഞ്ഞു ലൈറ്റിനാലും ബലൂണുകളാലും അലങ്കരിച്ചിരിക്കുന്നു. ഒരു ഭാഗത്തായി ബോംബെയിലെ ഏറ്റവും പോപ്പുലറായവരുടെ പാട്ടും മറ്റൊരു സൈഡിലായി പലതരം ഫുഡും ഒരുക്കി വെച്ചിരിക്കുന്നു. ഇറ്റാലിയനും ചൈനീസും ഇന്ത്യനും അറബിക്കും പോലെ പലതരം വെജ് ആൻഡ് നോൺ വെജ് ഭക്ഷണം കഴിച്ചെടുക്കാനായി പലതരം ഡെസേർട്ടും ഐസ്ക്രീംസും, കയറി വരുമ്പോൾ കുടിക്കാനായി പലതരം ജ്യൂസ് ഐറ്റംസും, അതിലെടുത്ത് കൊടുക്കാനായിരുന്നു വൈറ്റ് ഫുൾ സ്ലീവ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ടൈയും കെട്ടി പുഞ്ചിരിയോടെ നിൽക്കുന്ന വെയിറ്റേഴ്സ്, സ്റ്റേജിന് മുന്നിലായിരിക്കുന്ന VIP ഗസ്റ്റ്, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, ഫ്രണ്ട്സ്, കുടുംബക്കാർ, കമ്പനിയിലെ എംപ്ലോയീസ്, അങ്ങനെ ആ ഹാൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. സ്റ്റേജിലേക്ക് പുഞ്ചിരിയുടെ സ്ലീവ്ലെസ് ബ്ലാക്ക് ഗൗൺ ധരിച്ച ഒരു പെൺകുട്ടി കയറി വന്നു. സ്റ്റേജിലെ ലൈറ്റിൽ അവളുടെ മേക്കപ്പ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലെ മൈക്ക് ചെക്ക് ചെയ്തു. സംസാരിക്കാനായി റെഡിയായതും അപ്പുറത്തെ പാടിക്കൊണ്ടിരുന്നവർ പാട്ട് നിർത്തി അവൾ പറയുന്നത് ശ്രദ്ധിച്ചു. എ വാം വെൽക്കം ടു ഓൾ ദ ഡിസ്റ്റിങ്വിഷ്ഡ് ഗസ്റ്റ് ഫ്രം ആൻഡ് ഫാമിലി മെമ്പേഴ്സ് who gave grace this party with their presence. We are still unsure why Nandana Madam organized this surprise party to reveal to all of us and share in the joy of the occasion. I would like to warmly invite Miss Nandana Mahadevan to the stage. സന്തോഷത്തോടെ പുഞ്ചിരിയുടെ പെൺകുട്ടി പറയുമ്പോൾ സ്റ്റേജിന് മുന്നിലൂടെ എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ നടന്നു വരുന്നവളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ എത്തിച്ചേർന്നു. എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിയോടെ മെല്ലെ കൈയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ ഇട്ടിരുന്ന ഗൗൺ അല്പം ഉയർത്തി സ്റ്റേജിലേക്ക് കയറി അവൾ സ്റ്റേജിലേക്ക് കയറിയതും അവളെ നോക്കി ബഹുമാനത്തോടെ പുഞ്ചിരിയോടെ കയ്യിലെ മൈക്ക് അവൾക്ക് നൽകി ആ പെൺകുട്ടി നന്ദയ്ക്ക് പിറകിലേക്ക് നിന്നു. നന്ദ മൈക്ക് വാങ്ങി മുന്നിലിരിക്കുന്ന എല്ലാവരും നോക്കി. അവളുടെ അച്ഛൻ്റെ കൂടെ ബിസിനസ് ചെയ്തവരും ഇപ്പോൾ അവളുടെ കൂടെ ബിസിനസ് ചെയ്യുന്നവരും, അവളുടെ അമ്മയും ആദിയും അവൻ്റെ ഫാമിലിയും, തരകനങ്ങളും ഫാമിലിയും, ഭദ്രൻ്റെ ഫാമിലിയും, ശ്രീകുട്ടിയും സച്ചിയും, ഭദ്രൻ്റെ വീട്ടുകാർക്കൊപ്പം നന്ദയുടെ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ടായിരുന്നു. അവളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും അവളുടെ ഫ്ലാറ്റിലെ അയൽക്കാരും വാച്ച്മാൻ അടക്കം. ജോഗിങ്ങിന് പോകുമ്പോൾ അവർ സ്ഥിരം ചായ കുടിച്ചിരുന്ന ആ ചായക്കടക്കാരനും നന്ദയും ഭദ്രനും കൊണ്ടുപോയി കൊടുത്ത ഡ്രസ്സിട്ട് വന്നിരുന്നു ആ പാർട്ടിയിൽ. എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ച് നോക്കി നന്ദ മൈക്ക് ചുണ്ടോടടുപ്പിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ വാണ്ട് ടു താങ്ക് എവരി വൺ ഹു ആക്സെപ്റ്റഡ് മൈ ഇൻവിറ്റേഷൻ. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം എവരി വൺ ഹിയർ ഹു ഹാസ് ആക്സെപ്റ്റഡ് മൈ ഇൻവിറ്റേഷൻ. ഇതൊരു സർപ്രൈസ് പാർട്ടി ആയതുകൊണ്ട് തന്നെ ഈ പാർട്ടി എന്തിനാണ് നടത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. അതിൻ്റെ കാരണം ഇവിടെ കുറച്ച് പേർക്കൊക്കെ അറിയാം. എങ്കിലും അതെല്ലാവരുടെയുമായി പറയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പാർട്ടി അറേഞ്ച് ചെയ്തത്. ഇങ്ങനെയൊരു പാർട്ടിയിൽ വെച്ചാണ് മിസ്റ്റർ ആദിത്യൻ എന്നെ പ്രപ്പോസ് ചെയ്യുന്നതും ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നതും. ഇവിടെ കൂടി നിൽക്കുന്നവരിൽ പലതും അത് കണ്ടതുമാണ്. നന്ദ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണുകളും ആദിത്യനിൽ വന്നിരുന്നു. അവൾ പറയുന്നത് പുഞ്ചിരിയോടെ കേട്ടിരിക്കുകയാണ് അവൻ. നന്ദയുമായി നന്നായി ചേർന്നൊരു ചെറുപ്പക്കാരൻ. ഒരു ഫോർമൽ ഷർട്ടും പാൻസുമാണ് അവൻ്റെ വേഷം. കാലിന് മേൽ കാല് കയറ്റി വെച്ച് പുഞ്ചിരിയോടെ ഇരിക്കുന്നവനെ നോക്കി എല്ലാവരും മനസ്സിൽ പറഞ്ഞു. എന്നാൽ ഇന്നലെ നന്ദയും ഭദ്രനും ഒരുമിച്ച് വന്ന് ഞെട്ടിച്ച് ഷോക്ക് ഇതുവരെ മാറാത്ത കിളിപ്പോയിരിക്കുകയാണ് അവൻ. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ മിസ് നന്ദന മഹാദേവനല്ല, മിസ്സിസ് ആണ്. അത് ഒഫീഷ്യലി നിങ്ങളെല്ലാവരെയും അറിയിക്കാനും എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിലും പരിചയപ്പെടുത്താനും വേണ്ടിയാണ് ഇങ്ങനെയൊരു പാർട്ടി നടത്തിയത്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ ആദിയിലേക്ക് നീണ്ടുപോയതും അവനത് കാണാത്ത ഭാവത്തിൽ ഇരുന്നു. മിസ്റ്റർ ഭദ്രൻ, മൈ മാൻ, മൈ ഹസ്ബൻഡ്. ആദ്യം നോക്കിക്കൊണ്ടിരുന്ന കമ്പനി സ്റ്റാഫിൻ്റെ കണ്ണുകൾ ആ പേര് കേട്ടതും ഒരു ഞെട്ടലോടെ അവളെ നോക്കി. കേട്ടത് തെറ്റിപ്പോയി എന്നൊരു ചിന്തയിലാണ് എല്ലാവരും. കാരണം ഇത്രയും നേരം തങ്ങളോട് തമാശയും പറഞ്ഞ് ചിരിച്ചും കളിച്ച് തങ്ങൾക്കിടയിൽ നിന്നവനാണ്. പാർട്ടിക്ക് മേഡം തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം അത് വിശ്വസിച്ചു.
എങ്കിലും സോഫയുടെയും സനൂപിൻ്റെയും ചുണ്ടിൽ മാത്രം എല്ലാം അറിയുന്നൊരു ചിരി തെളിഞ്ഞു കണ്ടിരുന്നു അവൻ. എല്ലാവരുടെയും കണ്ണുകളും അവരുടെ അടുത്തായി ഇരിക്കുന്ന ഭദ്രനിലേക്ക് നീണ്ടുപോയതും അവൻ്റെ കണ്ണുകൾ സ്റ്റേജിൽ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നവളിലാണ്. ഇട്ടിരുന്ന സ്യൂട്ടൊന്ന് ശരിയാക്കിയിട്ട് അവൻ സ്റ്റേജിലേക്ക് നടക്കുന്നത് കണ്ടതും അവനെ നോക്കി ആദ്യം ക്ലാപ്പ് തുടങ്ങിയത് ആദിയാണ്. അതിന് കൂടെ അവൻ നടക്കുന്നതനുസരിച്ച് എല്ലാവരും ക്ലാപ്പ് അടിച്ചു. ഇത്രയും ചെറുപ്പത്തിൽ തങ്ങൾക്കൊപ്പം ബിസിനസ് ചെയ്യുന്ന നന്ദനയുടെ ഹസ്ബൻഡിനെ കാണാൻ എന്ന പോലെ എല്ലാവരും ഭദ്രനെ നോക്കിക്കൊണ്ടിരുന്നതും എല്ലാവരും ഞെട്ടിപ്പോയി. നന്ദയുടെ കൂടെ എല്ലാ ബിസിനസ് മീറ്റിനും കൂടെ ഉണ്ടായിരുന്ന അവളുടെ PA അവർ എങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും വലിയ പറയുന്നതൊക്കെ ഭദ്ര ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും കാണാത്ത ഭാവത്തിൽ അവൻ നന്ദയുടെ അടുത്തായി ചെന്ന് നിന്നു. മുന്നിലേക്ക് നോക്കി തലയെടുപ്പോടെ നിന്നു. അവൻ അവളുടെ അടുത്തായി വന്നെന്തും അവിടുത്തെ കുറച്ച് സ്റ്റാഫ് വന്ന് അവർക്ക് മുന്നിലേക്ക് ഒരു വലിയ കേക്ക് കൊണ്ടുവന്ന് വെച്ച് അവരുടെ കയ്യിലായി 2 കുഞ്ഞു ബോക്സ് കൊടുത്തു. അവർ പിന്നിലേക്ക് നിന്നും അത് രണ്ടുപേരും ഒരുപോലെ തുറന്നു നോക്കി. ഭദ്രൻ്റെ കയ്യിലുള്ള ബോക്സിൽ ഭദ്രൻ എന്നെഴുതിയ റിങ്ങും നന്ദയുടെ കയ്യിൽ നന്ദ എന്നെഴുതിയ റിങ്ങും ആയിരുന്നു. ആദ്യം അവന് മുന്നിലേക്ക് പുഞ്ചിരിയുടെ നന്ദ വിരലുകൾ നീട്ടിയതും ഭദ്രൻ അവൻ്റെ കയ്യിലുള്ള ഭദ്രൻ എഴുതിയ റിങ് അവളുടെ മൂതിരി പേരിലേക്ക് ഇട്ടുകൊടുത്തു. എല്ലാവരും ഒന്നുകൂടെ ശബ്ദത്തിൽ ക്ലാപ്പ് ചെയ്യുമ്പോഴും പകച്ച് വായും പൊളിച്ച് നിൽക്കുകയാണ് കമ്പനിയിലെ എല്ലാ സ്റ്റാഫും. അവർക്കിതൊരു സ്വപ്നം മാത്രമായിട്ടാണ് തോന്നുന്നത്. എത്ര തവണ നന്ദ ഭദ്രനോട് ദേഷ്യപ്പെടുകയും പുറത്താൻ നിൽക്കാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതെങ്ങനെയെന്നാണ് അവർക്ക് മനസ്സിലാക്കാത്തത്. നന്ദന പുഞ്ചിരിയോടെ അവൻ്റെ വിരലിലേക്ക് നന്ദന എന്നെഴുതിയ റിങ്ങിട്ടതും പുഞ്ചിരിയോടെ ഉറക്കെ കൈയടിച്ചുകൊണ്ടേയിരുന്നു ദീപുമോനും വാച്ച്മാനും. അവർക്കറിയാം ഭദ്രൻ എത്രമാത്രം ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. എല്ലാം കാണുന്ന തരകനെങ്കിലും ഭദ്രൻ്റെ വീട്ടുകാരിലും നന്ദയുടെ അമ്മയിലെല്ലാം ഉണ്ട് മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി. നന്ദ ഭദ്രൻ്റെ വിരലിലേക്ക് മോതിരം ഇട്ട് കൊടുത്തും അവളെ ചേർത്ത് കെട്ടിപ്പിടിച്ച് അവളുടെ കവിൾ അമർത്തി മുത്തി ഭദ്രൻ. പെട്ടെന്നുള്ളതായ കൊണ്ട് തന്നെ നന്ദ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. 2 കണ്ണും ഒന്ന് ചിമ്മി കാണിച്ച് അവൻ്റെ കള്ളച്ചിലൂടെ അവളെ നോക്കിയതും അതൊന്നും നമ്മുടെ സംസ്കാരത്തിൽ ചേർന്നല്ല എന്ന് പറഞ്ഞവനല്ലേ ഇവൻ എന്നൊരു നിമിഷം ചിന്തിച്ചു പോയി അവൾ. അവളുടെ ചുണ്ടിലും അതുറക്കെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. നന്ദ ഭദ്രൻ്റെ വിരലിലേക്ക് മോതിരം ഇട്ട് കൊടുത്തതും അവളെ ചേർത്ത് കെട്ടിപ്പിടിച്ച് അവളുടെ കവിൾ അമർത്തി മുത്തി ഭദ്രൻ. പെട്ടെന്നുള്ളതായ കൊണ്ട് നന്ദയൊന്ന് ഞെട്ടി. ശേഷം കണ്ണ് ചിമ്മി. പെട്ടെന്നുള്ളതായ കൊണ്ട് തന്നെ നന്ദ ഒരു ഞെട്ടിലൂടെ അവനെ നോക്കി. 2 കണ്ണും ചിമ്മി അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കിയതും അതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നല്ല എന്ന് പറഞ്ഞവനല്ലേ ഇവൻ എന്നൊരു നിമിഷം ചിന്തിച്ചു പോയി അവൾ. അവളുടെ ചുണ്ടിലും അതോർക്കെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് കൈകോർത്ത് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച കേക്ക് മുറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതെല്ലാം നോക്കി പുഞ്ചിരിയോടെ നിന്നു എല്ലാവരും. ഒരു ഓഫ് വൈറ്റ് ഗൗണാണ് നന്ദയുടെ ഡ്രസ്സ്. അതിന് മാച്ചാവുന്ന പോലെ ബ്ലാക്ക് സ്യൂട്ടാണ് ഭദ്രൻ്റെ വേഷം. പരസ്പരം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പുഞ്ചിരിയോടെ തങ്ങൾക്ക് മുന്നിലുള്ളവരെ നോക്കുമ്പോൾ എല്ലാവരുടെ ചുണ്ടിലും മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫുൾ പാർട്ടി മൂഡായിരുന്നു. പാട്ടും ഡാൻസും ഫുഡും. വലിയ ബിസിനസ്മാൻമാരും താഴേക്കിടയിലുള്ളവരും എന്ന വേർതിരിവില്ലാതെ നന്ദയും ഭദ്രനും എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചു കൊണ്ടിരുന്നു. ഹായ് നന്ദ, സോറി ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിപ്പോയി. സ്റ്റേജിലേക്ക് കയറി വന്നു. അവളെ ഒന്ന് ഹഗ് ചെയ്തു. വിശ്വ പറഞ്ഞതും ഇറ്റ്സ് ഓക്കെ മാൻ, വന്നല്ലോ അത് മതി. നന്ദ പുഞ്ചിരിയോടെ പറയുമ്പോൾ വിശ്വ നോക്കിയത് ഭദ്രനെയാണ്. ഭദ്രൻ അവനെയും നോക്കി. ഭദ്ര, ഇതാണ് AK കമ്പനിയുടെ CEO വിശ്വ. വിശ്വയെ കാണിച്ച ഭദ്രനോട് നന്ദ പുഞ്ചിരിയോടെ പറഞ്ഞു. ഹായ്. പുഞ്ചിരിയോടെ തന്നെ ഭദ്രൻ അയാൾക്ക് നേരെ കൈ നീട്ടി. ഹായ്, യു സോ ലക്കി മാൻ. നന്ദയെ ഒന്ന് ഒഴിഞ്ഞു നോക്കി വിശ്വ പറഞ്ഞു. ഐ നോ. വിശ്വയ്ക്ക് കൊടുത്ത കയ്യിലൊന്നും മുറുകെ പിടിച്ച് പല്ല് കടിച്ച് ഭദ്രൻ പറഞ്ഞതും പെട്ടെന്ന് അവളിൽ നിന്ന് കൈ മാറ്റി. അവൻ നന്ദ കാണാതെ കൈയൊന്ന് കുടഞ്ഞു. നന്ദ അവളുടെ അമ്മയോട് എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുകയാണ്. ഓക്കെ മിസ്റ്റർ ഭദ്രൻ, നമുക്ക് ഇനിയും കാണാം. വിശ്വ അവനെ നോക്കിയൊരു പരിഹാസച്ചിരിയോട് പറഞ്ഞു. കാണണം. അതേ പരിഹാസച്ചിരിയോടെ തന്നെ ഭദ്രനും പറഞ്ഞു. ഭദ്രന് കൈ കൊടുത്ത് വിശ്വ പറഞ്ഞു. അമ്മയോട് സംസാരിച്ച ശേഷം നന്ദയുടെ മുഖം ദേഷ്യത്തോടെ ഭദ്രനെ നോക്കി. അതെന്തിനെന്ന് മനസ്സിലാവാതെ അവളെ നോക്കി പുരികമുയർത്തി എന്തെന്ന് ചോദിച്ചു ഭദ്രൻ. ഭദ്ര, ഇന്ന് പാർട്ടിക്ക് അങ്കിളും കിരണും എന്താ പറയുന്നത് എന്നറിയോ തനിക്ക്? ഗൗരവത്തോടെ നന്ദ ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കാനും അവൾ മറന്നില്ല. എനിക്കെങ്ങനെ അറിയാം? വല്ല തിരക്കോ? അല്ലെങ്കിൽ നീ അവൻ്റെ മോന്തയ്ക്കൊന്ന് കൊടുത്തില്ലേ, അതിൻ്റെ പിണക്കോ ദേഷ്യമാവും. അവളെ നോക്കാതെയുള്ള അവൻ്റെ മറുപടിയും വാക്കുകളിലുള്ള ആ പതർച്ചയും നോക്കി സംശയഭാവത്തോടെ നിന്ന് നന്ദ. നീ എന്തിനാ വല്ല കള്ളന്മാരെ നോക്കുന്ന പോലെ എന്നെ നോക്കുന്നേ? ഞാൻ എന്നാ ചെയ്തു? അവളുടെ നോട്ടം തന്നിൽ നിന്ന് മാറുന്നില്ലെന്ന് കാണുവേ ഭദ്രൻ പറഞ്ഞു. ഞാനിപ്പോൾ വരാം, ദേ ആ പിള്ളേർ വിളിക്കുന്നു. അവളുടെ നോട്ടം രൂക്ഷമാവുന്നെന്ന് കാണേ അവൾ ഡാൻസ് കളിക്കുന്ന പിള്ളേരുടെ അടുത്തേക്ക് പോകാനായി അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് പോകാനായി തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ്റെ കയ്യിലായി മുറുകെ പിടിച്ചു നന്ദ. സത്യം പറ ഭദ്ര, എന്താ സംഭവിച്ചത്? നന്ദ ചോദിച്ചു. ഇതെന്തോന്ന്?
അവൻ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് എങ്ങനെ അറിയാം നന്ദേ? ഞാൻ നിൻ്റെ കൂടെയല്ലേ, പിന്നെ എന്താ? അവൻ നെറ്റിയിലൊന്നൊഴികൊണ്ട് അവളെ നോക്കാതെ പറഞ്ഞു. എൻ്റെ കൂടെയായിരുന്നു. ഇന്നലെ മോനും നാട്ടിൽ പോയി വീട്ടുകാരെ കൊണ്ടുവരാൻ. ഇന്നലെയാണ് കിരണിൻ്റെ കൈയും കാലും ആരോ തല്ലി ഒടിച്ചതും. എന്ന് വെച്ച് അത് ഞാനാവോ? ഞാൻ അങ്ങനെ ചെയ്യോ? താനേ അങ്ങനെ ചെയ്യൂ. അവൾ ഉറപ്പിച്ച് പറഞ്ഞതും ഞാൻ അങ്ങോട്ട് പോയതല്ല നന്ദേ, അവനെ ഇങ്ങോട്ട് വന്നതാ. എന്നെ നിൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നാണ് അവൻ പറഞ്ഞത്. അവൻ്റെ കൂടെ കുറച്ച് ഗുണ്ടകളും അവരെ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നിന്നിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിയല്ല, എൻ്റെ അടക്കമായിരിക്കും നടക്കുക. അതുകൊണ്ടാണ് ഞാൻ അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതും ഇതെന്താ എന്താ എന്നോട് പറയാത്തത്? അവളുടെ മുഖം കൂർത്തു വന്നു. വെറുതെ ഈ ഹാപ്പി മൊമെൻറ്റ് കളയണ്ടല്ലോ എന്ന് കരുതി പറയാതിരുന്നതാ. ഇനി ആരുടെയെങ്കിലും കയ്യോ കാലോ ഒടിക്കുമ്പോൾ പറയാം. ഇപ്പോൾ എൻ്റെ മോളൊന്ന് ക്ഷമിക്കും. അവളുടെ താടിയിൽ പിടിച്ച് കുലുക്കി ഭദ്ര പറഞ്ഞു. അവനെ ഒന്ന് നോക്കി ഒന്നുകൂടെ കണ്ണു കുറിപ്പിച്ച് നന്ദ. ഇങ്ങനെ നോക്കില്ല എൻ്റെ പെണ്ണെ, സോറി. ഇനി ആരേലും വന്നാൽ ഞാൻ കൈയും കെട്ടി നിന്നോളാം, എന്താ പോരെ? അവളെ നോക്കി കൈക്കുപ്പി അവൻ പറഞ്ഞു. അങ്ങനെ കയ്യും കെട്ടി നിൽക്കൊന്നും വേണ്ട, അങ്ങോട്ടൊന്നിനും പോകരുത്. ഇങ്ങോട്ട് വന്നാൽ കയ്യും കെട്ടി നിൽക്കുകയും വേണ്ട, ഭദ്രനെന്നും ഭദ്രനായ മതി. അവൾ പറഞ്ഞു. ഓ, അത്രയേ ഉള്ളൂ. അവൻ ഡീസൻ്റായി പറഞ്ഞു. അവൾ അവനെ നോക്കി ചിരിച്ചു. വാ. അവളുടെ കയ്യിൽ പിടിച്ച് പിള്ളേരുടെ അടുത്തേക്ക് നടന്നു അവൻ. അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അവളും. പിള്ളേരൊക്കെ ഫുൾ ഡാൻസാണ്. അങ്ങോട്ട് ഭദ്രനും നന്ദയും ചെന്നതും പിന്നാലെ സച്ചിയും ശ്രീക്കുട്ടിയും അങ്ങോട്ട് ഓടി. പിന്നാലെ സോഫിയും സനുപും കൂടെ ജോഡിയായതും ആദ്യ തരകനങ്ങളുടെ മോളായ ജെസിയും കൂടെ ഒരു ജോഡിയായി ഡാൻസ് ചെയ്തു. ആദിക്കും ജെസിക്കും ഇടയിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ വല്ലാത്തൊരു ബോണ്ട് വന്നിരുന്നു. വേണയിൽ നിന്ന് മൂടിയാൽ രണ്ടിനെയും ഒന്ന് കെട്ടിക്കുന്നൊരു ചിന്തയിൽ അവരുടെ അച്ഛനും അമ്മയും. ആദി സാറിൻ്റെ കൂടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴാണ് നന്ദ മേഡത്തിന് ഭദ്രന് ഇഷ്ടമാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ ആദി സാറോട് കാര്യം പറഞ്ഞ് കല്യാണത്തിൽ നിന്ന് പിന്മാറി. ഭദ്രനോട് സമ്മതം ചോദിച്ചപ്പോൾ ഭദ്രന് സമ്മതമായിരുന്നു. കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഭദ്രൻ നാട്ടിലേക്ക് പോയത്. മാഡം നാട്ടിലെത്തി അവരുടെ കല്യാണം കഴിഞ്ഞു. ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫിനും അങ്ങനെ ഒരു മനോഹരമായ കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സനൂപും സോഫിയും അതെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. ഒരുപാട് ആഘോഷങ്ങൾക്ക് ശേഷം ആ പാർട്ടി അവസാനിച്ചു. നാട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും ആ ഹോട്ടലിൽ തന്നെ സ്റ്റേ ബുക്ക് ചെയ്തു നന്ദ. അമ്മയും അച്ഛനും നന്ദയുടെ അമ്മയും നന്ദയും എല്ലാവരും അന്ന് ആ ഹോട്ടലിലാണ് താമസിച്ചത്. ഒത്തിരി സംസാരിച്ചും കളിച്ചും ചിരിച്ചും എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയതും വീണ്ടും നന്ദയും ഭദ്രനും തനിച്ചായി. നന്ദ അവനെ നോക്കി ഒരു പുഞ്ചിരിയുടെ ഡ്രസ്സിംഗ് ടേബിളിലേക്ക് ഇരുന്ന് അവളുടെ കമ്മലും ഡയമണ്ട് മാലയും കയ്യിലണിഞ്ഞ ഡയമണ്ട് വളയും എല്ലാം അഴിച്ച് ആ കുഞ്ചു ടേബിളിൽ നിരത്തി വെച്ചു. ഭദ്രൻ അതെല്ലാം നോക്കിയൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തായി ചെന്നിരുന്ന് അവളുടെ തോളിൽ പിടിച്ചു നിന്നും. ആർ യു ഹാപ്പി ഭദ്ര? കണ്ണാടിയിലൂടെ കാണുന്ന അവൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ നന്ദ ചോദിച്ചു. ഒത്തിരി ഒത്തിരി ഹാപ്പി. പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് വലിയൊരു പാർട്ടിയാവും ഇതൊന്നും ഞാൻ കരുതിയതേയില്ല. നിൻ്റെ വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും പോലെ തന്നെ എൻ്റെ വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും ഒരുപോലെ കാണാൻ നിനക്ക് സാധിച്ചല്ലോ. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത്. താങ്ക്സ് ഡാ. അവൻ അവളുടെ നെറുകിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നിന്ന് അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. എനിക്ക് വേണ്ടി താൻ കഷ്ടപ്പെടുത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും ആയോ ഭദ്ര? ഞാനീ ചെയ്തതൊക്കെ തനിക്ക് എന്ത് ചെയ്തു തന്നാലും എനിക്ക് മതിയാവില്ലടോ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് തന്നെ. അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിയുള്ള അവളുടെ വാക്കുകൾ വല്ലാത്തൊരു സന്തോഷം തോന്നി അവന്. തൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു അതിൻ്റെ ഇരട്ടി ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. എന്നും ഇങ്ങനെ ഈ പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കാൻ തോന്നി അവന്. കഴിഞ്ഞില്ല, ഇനിയുമുണ്ടൊരു ഗിഫ്റ്റ്. നെഞ്ചോട് ചേർന്ന മുഖം മാത്രം ഉയർത്തി അവനെ നോക്കിയവൾ പറഞ്ഞു. ഇനി എന്ത്? അവളുടെ കവിളിൽ തള്ളവിരലാൽ ഒന്ന് മെല്ലെ തലോടി അവൻ ചോദിച്ചു. സമയം, അതാണ് ഞാൻ തനിക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ്. അവൾ പറയുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ അവളെ നോക്കിയവൻ. എൻ്റെ സമയം. ബിസിനസ്സുകളും തിരക്കുകളും എല്ലാം ഒഴിവാക്കി പണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹണിമൂൺ ട്രിപ്പ്. ഞാനും എൻ്റെ ഈ കുട്ടിയാട്ടിനും മാത്രമുള്ള കുറച്ച് ദിവസങ്ങൾ. ഏറ്റവും മനോഹരമായ സുന്ദരമായ നമ്മുടെ മാത്രം നിമിഷങ്ങൾ. അവൾ ബാഗിൽ നിന്നും 2 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അത്ഭുതത്തോടെ അവനത് വാങ്ങിക്കൊണ്ട് അവൻ്റെ കണ്ണുകളൊന്നും മിഴിഞ്ഞുപോയി. പാരീസ്? അവളെ നോക്കിയവൻ പറയുന്നതും കണ്ണ് 2 ചിമ്മി ഒന്ന് പുഞ്ചിരിച്ച് തലയാട്ടിയവൾ. അവളെ മുറുകെ കെട്ടിപ്പിടിച്ചവൻ അവളുടെ കവൾ അമർത്തി മുത്തി. അത്രയും തിരക്കിടയിലും തനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവൾക്ക് തിരിച്ചു കൊടുക്കാൻ ഈ നെഞ്ചിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അത് തന്നെ മരണം വരെ താൻ കൊടുക്കും അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അവൻ്റെ നെഞ്ചിൽ ചേർന്നങ്ങനെ കിടക്കുമ്പോൾ അവൻ തരുന്നതിലും ഇരട്ടി സ്നേഹം താൻ അവന് കൊടുക്കുമെന്ന് അവളും ഉറപ്പിച്ചിരുന്നു.